ഇന്ന് ഞാനേ പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയ ഒരു സൂപ്പ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. മുരിങ്ങയില വെച്ചിട്ട്, അത് നമ്മുടെ പറമ്പിലുണ്ടായ മുരിങ്ങയിലയാണ്. അപ്പോൾ അത് പൊട്ടിച്ച് ഇത്രയും മുഴുവനൊന്നും വേണ്ട, എന്നാലും രണ്ടാൾക്കൊക്കെ കുടിക്കണമെന്ന് വെച്ചാൽ ഇത് എടുക്കാം, മുഴുവനും എടുക്കാം. ഇതിങ്ങനെ കമ്പായിട്ട് ഇതിങ്ങനെയാണ് പൊട്ടിക്കേണ്ടത്. ഇങ്ങനത്തെ ഓരോ കമ്പായിട്ട് പൊടിച്ചെടുക്കുക. ഇല മാത്രമായിട്ട് എടുക്കണ്ട, ഇങ്ങനെ ഒരുമിച്ച് എടുത്തിട്ട് ഇതിങ്ങനെയെല്ലാം അങ്ങനെ ആക്കി എടുക്കാം. അതിന് ശേഷം പിന്നെ നമ്മൾ ഒരു തക്കാളി, പിന്നെ കുറച്ച് കുഞ്ഞുള്ളി, കുറച്ച് ജീരകം, ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്ന സൂപ്പ് ഉണ്ടാക്കാൻ. ഇത് കണ്ടോ, ഇങ്ങനെ കുഞ്ഞ് കമ്പുകൾ എടുത്ത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് അധികം തളിരില്ലേ, കൂമ്പിൻ്റെ അതാണ് നല്ലത്. കൂടുതൽ ഇതുണ്ടാക്കാനല്ലേ, സൂപ്പായിട്ട് ഉണ്ടാക്കാനല്ലേ, അപ്പോൾ അധികം മൂത്തത് വേണ്ട. അത്യാവശ്യം കൂമ്പലായിട്ട് എടുക്കുക, ഏറ്റവും തളിരില പോലത്തെ, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് തക്കാളിയുടെ തൊലി കളയണം. അപ്പോൾ കുക്കറിൽ ഇതെല്ലാം കൂടി ഒരു വിസിൽ വരുത്തണമെങ്കിൽ വരുത്താം, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റൊക്കെ വേവിച്ചാലും മതി. എന്നിട്ട് ഓഫ് ചെയ്യാം. പെട്ടെന്ന് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തക്കാളി അപ്പോൾ വേവുമ്പോൾ അതിന് തൊലി കളയാൻ എളുപ്പമാണല്ലോ. തൊലി കളഞ്ഞിട്ടാണ് നമ്മളത് പിഴിഞ്ഞെടുക്കേണ്ടത് കേട്ടോ. അപ്പം നമുക്കത് ചെയ്യാം, കുക്കറിൽ വേവിക്കാം. നമ്മളെല്ലാം കുക്കറിൽ വെച്ചു കേട്ടോ. തക്കാളി, കുഞ്ഞുള്ളി, മുരിങ്ങയില കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 2 ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാൽ ഇത്രയും പോകുന്ന ഗ്ലാസ്സിലാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇത് കഴിഞ്ഞ് നമുക്ക് കുക്കറിൽ വേവിക്കാം. നമുക്ക് കുക്കർ തുറന്ന് നോക്കാട്ടോ എന്തായിണ്ടെന്ന്. ഇപ്പം നല്ല പോലെ ആയിട്ടുണ്ട്, നല്ല പോലെ വെന്തുണ്ടല്ലോ. അതും നമുക്കിപ്പോൾ ചൂടാറിയിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കാം. നല്ല ചൂടായത് തക്കാളിയുടെ തൊലി കളയാം നമുക്ക്. നല്ല പോലെ പിഴിഞ്ഞെടുക്കാം കേട്ടോ. മിക്സിയിൽ അടിക്കണവർക്ക് ഒന്നിങ്ങനെ അരിച്ച് കുടിക്കാം. പക്ഷേ ഇതിപ്പോൾ കൈ കൊണ്ട് ചെയ്താൽ നന്നായിരിക്കുക. എല്ലാവർക്കും ഈ മിക്സിയിൽ അടിക്കുമ്പോൾ ഭയങ്കര കൊഴുപ്പാവുമല്ലോ, അതാർക്കും അത്ര ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് കൈ കൊണ്ട് നല്ല പോലെ പിഴിഞ്ഞെടുക്കണം. നല്ല പോലെ പിഴിയാന്ന് പറഞ്ഞാൽ നല്ല മുരിങ്ങയില അങ്ങനെ പൊടിഞ്ഞു പോകുന്നില്ലല്ലോ, അപ്പോൾ നല്ല പോലെ പിഴിഞ്ഞെടുക്കണം. നമുക്കതേ കുക്കറിൽ വേവിച്ച മുരിങ്ങയിലയും തക്കാളി ഉള്ളിയൊക്കെ കൂടിയുള്ളത് പിഴിഞ്ഞെടുത്ത ചാറാണിത്. ഇതിലേക്ക് പിഞ്ച് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർത്തിട്ടില്ല. ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് ചേർക്കാം. ഇത് കുരുമുളക് പൊടിയാണ്, ഇത് ഞാൻ ഓൾറെഡി ചേർത്തുണ്ട്. ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ചേർക്കുകയാണ്. എരിവുള്ളവർക്ക് പിന്നെ കുഴപ്പമില്ല. ഇത് ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി ഉപയോഗിക്കാം. ഇത് മുരിങ്ങയില എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തിയും ടേസ്റ്റിയാണ് ഈ ഒരു സൂപ്പ്. നമുക്കൊരാഴ്ച അടുപ്പിച്ച് കഴിച്ചാൽ ശരീരത്തിൻ്റെ ക്ഷീണം, വിളർച്ചയൊക്കെ മാറിക്കിട്ടും. മുരിങ്ങയിലയിൽ കാർബോഹൈഡ്രേറ്റും അതും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണല്ലോ മുരിങ്ങയില. അപ്പോൾ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്തോളൂ, ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ, ബൈ.